ഹായ്, ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ, ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ, അതിലെ ടെക്സ്റ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ടെക്സ്റ്റിലെ 17ാമത്തെ പേജിലെ ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുന്ന ആ ടേബിൾ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. ഇത് ഈ ചാപ്റ്ററിൻ്റെ 4ാമത്തെ പാർട്ടാണ്. മുമ്പുള്ള പാർട്ടിൽ മുമ്പുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ പേരെഴുതാനും സ്ട്രക്ചർ എഴുതാനുമായിട്ട് ആദ്യത്തെ CH3 CH CH2 ഇതിൻ്റെ IUPAC നെയിം എഴുതും. അപ്പോൾ നോക്കേണ്ടത് 1, 2, 3 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ പ്രൊപ്പാണ് നമുക്ക് മനസ്സിലായി. പ്രൊപ്പൈനോ, പ്രൊപ്പീനോ, പ്രൊപ്പൈനോ ആക്കാം. അപ്പോൾ പ്രൊപ്പ് എന്ന് മനസ്സിലായി. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, അപ്പോൾ പ്രൊപ്പീൻ ആയിരിക്കും. ഇനി അതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണിയാൽ 1, 2, 3 രണ്ടാമത്തെ സ്ഥാനത്താണ്. ഇപ്പുറത്തേക്ക് എണ്ണിയാൽ ഒന്നാമത്തെ സ്ഥാനത്ത് 1 കഴിഞ്ഞിട്ടാണ് ഡബിൾ ബോണ്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് എണ്ണാം, റൈറ്റ് ടു ലെഫ്റ്റ്. അപ്പോൾ ഒന്നാമത്തെ സ്ഥാനത്താണ് ഡബിൾ ബോണ്ട് ഉള്ളത്. പേര് പ്രൊപ്പീനാണ്. അപ്പോൾ പേരെഴുതാൻ പ്രൊപ്പ് ഒന്നാമത്തെ സ്ഥാനത്ത് 1 ഡബിൾ ബോണ്ടാണ്. അപ്പോൾ ENE പ്രൊപ്പ് 1E. അടുത്തത് ഹെക്സ് 2ഈൻ. അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ എഴുതണം. ഹെക്സ് 2ഈനാണ്. അപ്പോൾ ഹെക്സ് നമുക്ക് ആദ്യം 6 എഴുതാം. CH ഞാൻ ഹൈഡ്രജൻ നമ്പർ കൊടുക്കുന്നില്ല. 1, 2, 3, 4, 5 ആയി. 1, 2, 3, 4, 5, 6 ആയി. ഹെക്സ് ആയി. ഇനി ഹെക്സ് 2ഈൻ എന്നാണ് കൊടുത്തേക്ക്. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് എണ്ണുന്നു. 1, 2 ഇവിടെ ഞാൻ ഡബിൾ ബോണ്ട് കൊടുത്തു. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് ടു ലെഫ്റ്റ് എണ്ണുവാണെങ്കിൽ ഇവിടെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. 1, 2, 3, 4, 5, 6 ആണ്. അപ്പോൾ ഹെക്സ് ആണ്, ഡബിൾ ബോണ്ട് കൊടുത്തുകൊണ്ട് ഈനാണ്. അപ്പോൾ ഇത് ഹെക്സ് രണ്ടാമത്തെ സ്ഥാനത്ത് ഡബിൾ ബോണ്ട്. അപ്പോൾ 2ഈൻ, ഹെക്സ് 2ഈൻ ആണ്. പക്ഷെ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി നമുക്ക് ഹൈഡ്രജൻ്റെ എണ്ണം കൊടുക്കണം. ഇവിടെ CH3, ഇവിടെ 2 എണ്ണം പോയി, ബാക്കി CH2, ഇവിടെ 2 എണ്ണം മാറി CH2, ഇവിടെ 1, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ 3 ആയി. 3ഉം ഒരു CH കൊടുത്തു. ഇവിടെയും ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇങ്ങോട്ടേക്ക് 1 ഉണ്ട്. 3 ആയി. ഒരു CH കൊടുത്താൽ മതി. ഇവിടെ ആകെ ഒരു ബോണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ CH3. അപ്പോൾ CH3, CH2, CH2, CH ഡബിൾ ബോണ്ട്, CH, CH3 എണ്ണുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. ഇനി ഇതേപോലെ തന്നെ വേണമെങ്കിൽ ഇതിന് ഈ സ്ഥാനത്ത് നമുക്ക് ഡബിൾ ബോണ്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് കൊടുത്താൽ ഈ ഹൈഡ്രജൻ്റെ എണ്ണം മാറും. അതിങ്ങോട്ട് ഇവിടുത്തെ ഇത് CH2 CH2 ആവും, ഇവിടെ CH മാത്രമാവും. എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എഴുതാൻ തോന്നിയാലും കുഴപ്പമില്ല. ഇവിടുന്ന് രണ്ടാമത്തെ സ്ഥാനത്ത് ഡബിൾ ബോണ്ട് കൊടുത്താൽ മതി. ഇനി അടുത്തത് CH3 C ട്രിപ്പിൾ ബോണ്ട് C CH2 CH3. അപ്പോൾ ആദ്യം എത്ര കാർബൺ ആറ്റം ഉണ്ട്, ഏതാണ് എന്ന് കണ്ടുപിടിക്കും. 1, 2, 3, 4, 5. ഇത് പെൻഡായിരിക്കും. പെൻഡൈൻ ആവാം, പെൻഡീൻ ആവാം, പെൻഡൈൻ ആവാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, അതുകൊണ്ട് പെൻഡൈൻ എന്ന് നമ്മൾ ഉറപ്പിച്ചു. ഇനി അതിൻ്റെ പൊസിഷൻ നോക്കണം. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എണ്ണിയാൽ 1 രണ്ടാമത്തെ സ്ഥാനത്തിൽ 5, ഇങ്ങോട്ടേക്ക് എണ്ണിയാൽ 1, 2, 3. അപ്പോൾ എണ്ണേണ്ടത് 2. അപ്പോൾ ഇതിൻ്റെ 1, 2 രണ്ടാമത്തെ സ്ഥാനത്താണ് ട്രിപ്പിൾ ബോണ്ട് ഉള്ളത്. പെൻഡാണെന്ന് കണ്ടുപിടിച്ചു. രണ്ടാമത്തെ സ്ഥാനത്താണ് ട്രിപ്പിൾ ബോണ്ട് എന്ന് കണ്ടുപിടിച്ചു. ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ അത് അയിനാണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് പേരെഴുതാം. പെൻഡ് 2I YNE. പെൻഡ് 2I, അതാണ് എൻ്റെ പേര്. ഇനി ഹെപ്റ്റ് 3I. ഹെപ്റ്റ് 3 അപ്പോൾ നമുക്ക് ഹെപ്റ്റൈൻ CH CH 1, 2I. മൂന്നാമത്തെ സ്ഥാനത്ത് നമുക്ക് ട്രിപ്പിൾ ബോണ്ട് വേണം. അവിടെ അവിടെ C മാത്രമേ എഴുതി. മൂന്നാം സ്ഥാനത്ത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് 1, 2, 3. ഇവിടുന്ന് അങ്ങോട്ട് നമ്പർ ഇടാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ സ്ട്രക്ചർ എഴുതുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അതനുസരിച്ച് നമുക്ക് എഴുതിയാൽ മതി. ഇനി സ്ട്രക്ചർ തന്നിരിക്കുന്നതാണെങ്കിൽ എവിടെ നിന്ന് എണ്ണണം എന്ന് നമ്മൾ പേര് നോക്കിയിട്ട് വേണം കണ്ടുപിടിക്കാൻ. 1, 2, 3, 4ആയി CH. അപ്പോൾ CH 1, 2, 3, 4, 5, 6, 7 ഹെപ്റ്റായി. നമ്മൾ മൂന്നാം സ്ഥാനത്ത് 1, 2, 3 മൂന്നാമത്തെ സ്ഥാനത്ത് ഇട്ട്. ഇനി ഹൈഡ്രജൻ നമ്പർ കൊടുക്കണം. CH2
ഇവിടെ CH2, ഇവിടെ 1 3 4 ആയിട്ടുണ്ട്, ഇവിടെ 3 1 4 ആയിട്ടുണ്ട്. CH2 ഇനി CH2. അപ്പോൾ ഹെപ്റ്റ് 3 CH2 മൂന്നാമത്തെ സ്ഥാനത്ത് ട്രിപ്പിൾ ബോണ്ട് വന്നു. ഒന്നാം സ്ഥാനത്ത് CH3 വേണം, കാരണം ഇതിന് ഈ CH2 ഈ കാർബണുമായിട്ട് മാത്രമേ ബോണ്ടുള്ളൂ, ബാക്കിയുള്ള 3 ഹൈഡ്രജൻ ആറ്റം. അതുപോലെ ഇവിടെയും 3 ഉണ്ട്, ആ ബോണ്ട് ഉള്ളത് കൊണ്ട് തന്നെ 2 ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ അങ്ങോട്ട് ഹെപ്റ്റ് 3 ആയി. ഇനി 18ാമത്തെ പേജിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇതിൽ ഫങ്ഷണൽ ഗ്രൂപ്പുകളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, അതായത് OH എന്നെഴുതുന്ന ആൽക്കഹോൾ, ഓൾ എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിലെ, അതിലെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് അല്ല, ടെക്സ്റ്റിൽ ഫില്ല് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ CH3OH മെത്തനോൾ അത് തന്നിട്ടുണ്ട്. അതുപോലെ CH3CH2OH എത്തനോൾ തന്നിട്ടുണ്ട്. അവിടെ പറഞ്ഞു അനലൈസ് ദ ഫോളോയിങ് സ്ട്രക്ചേഴ്സ് ഗിവൺ ബിലോ. CH3CH2CH2OH ഒന്നാമത്തെ തന്നിട്ടുണ്ട്. രണ്ടാമത്തത് CH3CH ബ്രാഞ്ച് ആയിട്ട് OH തന്നിട്ടുണ്ട്, CH3. അതിലെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻ ദ 2 കോമ്പൗണ്ട്സ്? അതിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? അത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്, OH ആണ് ആ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്, അതിനെ സൂചിപ്പിക്കുന്നത് OH എന്ന ലെറ്റർ. OH എന്നെഴുതെങ്കിലും വായിക്കുന്നത് ഓൾ എന്നായിരിക്കും. ഇത് മെത്തനോൾ, അതുപോലെ എത്തനോൾ OH ആണ്. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ് വായിക്കുക. വാട്ട് ഈസ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദ 2 കോമ്പൗണ്ട്സ്? ഈ 2 കോമ്പൗണ്ട്സിന്റെ മോളിക്കുലാർ ഫോർമുല C3H8O. നമുക്ക് ചെക്ക് ചെയ്യാം. 1 2 3 C3 ആണ്. ഇവിടെയും 1 2 3 C3 ആണ്. H 3 2 5 2 7 1 8 3 1 4 3 7 1 8. അപ്പോൾ C3H8. പിന്നെയുള്ളത് ഓക്സിജൻ O. വാട്ട് ഈസ് ദ സ്ട്രക്ചറൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദം? ആൻസർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ദ പൊസിഷൻ ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻ ബോത്ത് കോമ്പൗണ്ട് ഈസ്. ഞാൻ ആൻസർ എഴുതുന്നില്ല. ഇവിടെ നോക്കുക, ഇവിടെ 1 2 മൂന്നാം സ്ഥാനത്ത് അല്ല, ശരിക്കും നമ്മൾ ഇവിടെ ഇങ്ങോട്ട് എണ്ണുമ്പോൾ ഒന്നാമത്തെ സ്ഥാനത്ത്. ഇവിടെ OH ഫങ്ഷണൽ ഗ്രൂപ്പ് കിടക്കുന്നു, ഇവിടെ 2ാം സ്ഥാനത്ത് കിടക്കുന്നു. അപ്പോൾ ഇവിടെ പൊസിഷൻ ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഇവിടെ വ്യത്യാസമായിട്ടുള്ളത്. ഇത് OH എന്ന് പറയുമ്പോൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്, മെത്തനോൾ എത്തനോൾ. ഇവിടെ പ്രൊപ്പനോൾ വരും.